മാന്യമഹാജനങ്ങളെ എന്ന് പറയുന്ന മലർവാടി ആർട്സ് ക്ലബ്ബിലെ പാട്ടിൽ കൂടെ ആണല്ലോ വിനീത് ശ്രീനിവാസൻ തുടങ്ങിയത്. ഇന്ന് വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഇന്നൊന്ന് കണ്ട് പടം പ്രതീക്ഷ നൽകുന്നതാണോ എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഇരിപ്പിരിക്കുകയാണ്. നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. എന്നിട്ട് എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. പടം കാണണോ വേണ്ടേ എന്നൊക്കെ ഉള്ളൊരു ഫീലുണ്ടോ എന്നുള്ളതും പറയാം. ക്ലബ് കാൻസ്ബർഗിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. അലക്സ പ്ലേ. இது ஒரு கலைஞனோட கை தான். கூடிய சீக்கிரமே மிகப்பெரிய வெற்றி வரப்போகுது உங்களுக்கு. നീ എഴുതിയത് എനിക്കൊരു സിനിമ കാണുന്ന പോലെ കാണാൻ പറ്റുന്നുണ്ട്. നീ നാടകത്തിൽ നിൽക്കേണ്ട ആളല്ല. തനിക്ക് ഈ നാടകത്തിന്റെ കഥവല്ല അറിയോ? എടാ, കോടമ്പാക്കത്താണ് നമ്മൾ താമസിക്കുന്ന ലോഡ്ജ്, സ്വാമീസ് ലോഡ്ജ്. കുറച്ച് വെള്ളം ചേർക്കാം അല്ലേ? കുറച്ച് വെള്ളം ചേർക്കാം. അലക്സ പോസ്. ഒന്ന് പോസ് ചെയ്യാൻ പറഞ്ഞെന്ന് വെച്ചാലേ, പടത്തിന് എവിടെയോ ഒരു ശരിക്കുള്ള ജീവിതമായിട്ട് കണക്റ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അതായത് സ്വാമീസ് ലോഡ്ജ്, കോടമ്പക്കം, രജനീകാന്ത്, ലാലേട്ടൻ, ശ്രീനിവാസൻ, പ്രിയ സാറ്, എവിടെയോ എന്തോ ഒരു റിയലിസ്റ്റിക് സാധനം തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിയും കൂടെ കണ്ടു നോക്കാം. അലക്സ പ്ലേ. രാവിലെ മെയിൽ വഴി തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ എത്തിച്ചു. എല്ലാ വാതിലും മുട്ടാം, ഏതെങ്കിലും ഒരെണ്ണം തുറക്കും. എന്നോട് പറ്റുമോ? ഞാൻ പറ്റിക്കും. ഒരുപാട് സ്വപ്നങ്ങളായി രണ്ട് കൂട്ടുകാരൊരു നഗരത്തിലേക്ക് വരും. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ചുറ്റും ആൾക്കാരുണ്ട്. അതിലൊരാൾ വിജയിച്ച് വലിയ നിലയിലാവും. ഇനി നമ്മൾ തമ്മിൽ കാണണ്ടെന്നാണോ? പോവാൻ പറഞ്ഞാ പോ. ഇത് തപ്പില്ല. അലക്സ പോസ്. പ്രണവ് മോഹൻലാലിനെ ശ്രദ്ധിച്ച് നോക്കിയായിരുന്നു. 80s ഇപ്പുറവും ഒരു 95 ഉള്ള ഒരു ലാലേട്ടൻ്റെ ഇത്രയും ഭാഗത്തെ ലുക്കും ആ ചിരിയും മീശയും പൊളിക്കുന്നുണ്ട്. ഏതാണ്ടൊരു പ്രതീക്ഷയൊക്കെ വന്ന് വരുന്നുണ്ട്. പണി അറിയാവുന്നവൻ്റെ കയ്യിൽ കിട്ടിയാൽ മുതൽ ഉരുപ്പടിയാ. 24 ക്യാരറ്റ്. അലക്സ പ്ലേ. തകർന്ന് പാട്ടുകൊഴിയിലാവും. സിനിമയിൽ ചാൻസ് പഠിച്ചൊരു டிசிப்ளின் இல்லாமல் வாழறவங்களுக்கு கோடம்பாக்கம் கிட்டத்தட்ட ஒரு பெருமுடா ட்ரையாங்கிள் மாதிரி. അവിടെ പ്രിയദർശനോ പത്മരാജനോ ഭരതനോ ആരെങ്കിലും താമസിക്കില്ല. വീട്ടിൽ ചെന്ന് ആശി വെച്ചു കൊടുക്കുക. മലയാള സിനിമയെ കുറിച്ച് ഇവരുടെ ഡയറക്ടർമാർ ചർച്ച ചെയ്യുന്നത് കേട്ടില്ലെങ്കിലും പഠിക്കാം. ഇനി അതിനും പറ്റുന്നില്ലെങ്കിൽ നിന്റെ അപ്പം 30 സെന്റ് സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ടില്ലേ? പാട്ടിയത് ചെന്ന് കിളക്കി. അലക്സ പോസ്. ദാസനും വിജയനും ഒരു സമയത്ത് നമ്മളെ ഭയങ്കരമായിട്ട് ത്രസിപ്പിച്ച ഒരു കൂട്ടുകെട്ടാണല്ലോ. അതുപോലെ ഇത് ഏക്കാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ധ്യാൻ ശ്രീനിവാസ് എന്തോന്നടേ അടിപൊളിയല്ലേ. ഒരു 4-5 ലുക്ക് എല്ലാം കൺവിൻസിങ്. പക്ഷേ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ പ്രണവ് മോഹൻലാൽ ഒരൊറ്റ ലുക്കിലില്ല, അപ്പോൾ ഒരൊറ്റ ലുക്കിലാണ് പോണേ. ധ്യാന് കുറേ ലുക്കും, ധ്യാന് വയസ്സായ രൂപം
ആ വയസ്സായ രൂപം പാട്ടിയം എന്ന് പറഞ്ഞ സ്ഥലം. പാട്ടിയം നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്. ശ്രീനിവാസ സാറുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. റിയലിസ്റ്റിക് ആണോ, ഒറിജിനൽ കഥയാണോ, സിനിമാറ്റിക് ആണോ, ന്യൂ ജനറേഷൻ എന്താണ് പറയാനുള്ളത്? ന്യൂ ജനറേഷൻ കുറേ ആൾക്കാരും വന്നു പോകുന്നു. എന്തായാലും പടം കാണാൻ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെ. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് കണ്ടു നോക്കേണ്ട പടം തന്നെ. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഞാൻ ഇവിടെ OTT റിലീസിന് വെയിറ്റ് ചെയ്തിട്ടേ കാണും കേട്ടോ. സ്വസ്ഥവും സമാധാനമായിട്ട് വളരെ റിലാക്സ്ഡായിട്ട് ക്ലബ് ക്യാൻസ്ബർഗ് ഇരുന്ന് ഞാൻ ഈ പടം കാണും OTT വന്നിട്ട്. ടാറ്റ.